കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മഴയുടെ പ്രതികൂലങ്ങളൊക്കെയുള്ള സമയത്ത് പലരും പ്രതിസന്ധിയിലൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പലരും ജീവിതം വളരെ ബുദ്ധിമുട്ടുന്ന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണല്ലോ. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ കാലാവസ്ഥയിൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന എല്ലാ നല്ല നിമിഷങ്ങളെയും ദൈവത്തിൻ്റെ നന്ദിയുള്ളവരായി കർത്താവിന് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് നമുക്കായിരിക്കാം. ശിഷ്ടമുള്ള ചില സമയം നമ്മൾ ദൈവവചനം കേൾക്കാനായിട്ട് ശ്രമിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നമ്മൾ കേട്ടതുപോലെ ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നാണ്, രണ്ടാമത്തെ ലേഖനം. ഇന്ന് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും കൊരിന്ത്യയിലെ ദൈവസഭയ്ക്ക് അഖായിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വായിച്ചാൽ മതിയേ, 8 മുതൽ 11 വരെ. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്ക് ഉണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാനിടവരും. ആമേൻ. താങ്ക് യു. കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ തുടക്കം കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ ഇതൊരു അല്ലെങ്കിൽ മുന്നേ വായിച്ചതുപോലെ കഷ്ടതയെ പറ്റിയുള്ള പൗലോസിൻ്റെ ചില റിഫ്ലക്ഷൻസാണ് ഇവിടെ നമ്മൾ കാണുന്നത്. താൻ കടന്നുപോയ കഷ്ടത്തെപ്പറ്റി പലയിടങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിനകത്ത് കഷ്ടത എന്ന് പറയുന്നൊരു സ്വാഭാവികതയാണ്. എല്ലാ മനുഷ്യർക്കും ഉണ്ട് കഷ്ടതയില്ലാത്തതും പ്രയാസമില്ലാത്തൊരു ജീവിതത്തെ ഭൂമിയിൽ ഇമാജിൻ ചെയ്യാൻ പോകുന്നത് തന്നെ അബദ്ധമായിരിക്കും. മനുഷ്യജീവിതത്തിൻ്റെ ഒരു പൊതു സ്വഭാവം സുഖ ദുഃഖ സമ്മിശ്രമാണെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന, ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് കഷ്ടതയ്ക്ക് വേറെ വേർഷനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവരതിനെ കാണുന്ന കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട്, അതിൻ്റെ കാരണങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാകും. കഷ്ടങ്ങളുണ്ട്, നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടങ്ങളുണ്ട്, ധൈര്യപ്പെടുമെന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ കഷ്ടങ്ങളാകാൻ കാരണം നിങ്ങൾ കർത്താവിലായതും നിങ്ങൾ എന്നെ പിൻപറ്റുന്നതുകൊണ്ടാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കർത്താവിൽ പിൻപറ്റുന്ന ആളുകൾ അനുഭവിക്കേണ്ടതും കടന്നു പോകേണ്ടതുമായ അനിവാര്യമായ പ്രതിസന്ധികൾ ഉണ്ട്, അല്ലെങ്കിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ പല മേഖലയിൽ ആ പ്രശ്നത്തെപ്പറ്റി പറയുന്നു. ഒത്തിരി പേർക്ക് കഷ്ടത കൊടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ക്രമേണ ക്രിസ്തു നിമിത്തമുള്ള കഷ്ടത സ്വയം സ്വീകരിക്കാനും അതിൻ്റെ പിന്നാലെ പോകാനായിട്ടും പൗലോസ് അപ്പോസ്തലൻ തീരുമാനിക്കുന്നു. ഒരു പക്ഷേ അതിലേക്ക് അദ്ദേഹം കടന്നുപോയത് സ്വന്തം തീരുമാനമല്ല ആയിരിക്കില്ല, ദൈവത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് കീഴ്പ്പെട്ടതാണെന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നമുക്ക് കഷ്ടത എന്ന് പറയുന്നതിനെ പൗലോസ് അപ്പോസ്തലൻ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്കിന്ന് ചിന്തിക്കുവാനുള്ളത്. ഞാനതിനെ ഇങ്ങനെ വിളിക്കുന്നത് ഔട്ട്കംസ് ഓഫ് സഫറിങ്. എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഞങ്ങളുടെ ടൈറ്റിൽ പറയാം. ഒരു ഗുണഫലങ്ങളാണ്, കഷ്ടതയുടെ ഗുണഫലങ്ങളെപ്പറ്റി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ നിന്ന്. അതെങ്ങനെയാണ് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം.
നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു കഷ്ടതയുടെ ഏതെങ്കിലും തലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എപ്പോഴും കഷ്ടത തന്നെയാണെന്നൊന്നും അദ്ദേഹം പറയുന്നില്ല, അത് നമുക്കിവിടെ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ എന്താണ് ഈ ഒരു കഷ്ടതയുടെ ഒരു പ്രയാസത്തിൻ്റെയൊക്കെ ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത്, എന്ത് റിസൾട്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മളെ ഏത് രീതിയിൽ അത് പണിയുന്നു, നമ്മളെ എത്ര രൂപത്തിൽ രൂപാന്തരപ്പെടുന്നു, നമ്മൾക്ക് ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കഷ്ടത ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് നമ്മളെ എന്തിലേക്ക് എത്തിക്കുന്നു, എവിടെ എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 8ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതായത് ഞങ്ങൾക്ക് കഷ്ടമുണ്ടായി ഏഷ്യയിൽ വെച്ച്, ഏഷ്യൻ വിസിറ്റിനകത്ത്, അത് ഏഷ്യയിലേക്ക് പോരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് ഏഷ്യ മൈനറിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ തുർക്കി എന്ന് പറയുന്ന ഭാഗമാണ് ഏഷ്യ മൈനർ എന്ന് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ എഫെസസ് പോലുള്ള സഭകളിലുള്ള വിസിറ്റിൻ്റെ ഇടയിലുണ്ടായ ഒരു വലിയ പ്രതിസന്ധിയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത്. അതാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ജനം ഇളകുകയും അവരെ കൊല്ലാൻ ആരംഭിക്കുന്ന രീതിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയൊക്കെ, മരണത്തോടെടുക്കുന്ന വലിയ പ്രതിസന്ധി അവർ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതാവാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അതല്ല മറ്റൊരു രോഗമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്തുമാവട്ടെ, നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും ഇതിൽ നിന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അദ്ദേഹം കടന്നത് മരണകരമായ ഒരു അപകടത്തിലൂടെ, ഒരു പ്രതിസന്ധിയിലൂടെ, ഒരു കഷ്ടതയിലൂടെ, ജീവൻ മരണ പോരാട്ടത്തിലൂടെ കടന്നുപോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നത്, ആസിയയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ ഞങ്ങൾക്കുണ്ടായ ആ പ്രശ്നത്തെ നിങ്ങളോട് പറയാതിരിക്കാൻ മനസ്സില്ല. അത്രയും പ്രാധാന്യമുള്ളതാണത്, അതുകൊണ്ട് നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സില്ല. പക്ഷേ ആ വാക്കിനകത്ത് ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്, നിങ്ങളോട് പറയുക എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിലുള്ള വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കഷ്ടങ്ങൾക്ക്, 7ാം വാക്യം പറയുന്നു, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിന് കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. കൂട്ടായ്മയുടെ ഒരു വലിയ പ്രതലം, ഒരു വലിയ ഡയമെൻഷൻ അദ്ദേഹം തുറന്നു കാണിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാണ്, അതുപോലെ തന്നെ ആശ്വാസങ്ങൾക്കും കൂട്ടാളികളാണ്. എൻ്റെ സങ്കടങ്ങൾക്ക് നിങ്ങൾ കൂട്ടാളികളാണ്, എൻ്റെ സന്തോഷത്തിനും നിങ്ങൾ കൂട്ടാളികളാണ്. എൻ്റെ ഏറ്റവും നാശനഷ്ടങ്ങൾക്ക് നിങ്ങൾ കൂട്ടാളികളാണ്, എൻ്റെ ലാഭങ്ങൾക്ക് നിങ്ങൾ കൂട്ടാളികളാണ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ നിങ്ങൾ അറിയുകയും അതിനകത്ത് പങ്കുപറ്റുകയും ചെയ്യുന്ന പോലെ ഞങ്ങളുടെ സന്തോഷത്തിലും നിങ്ങൾക്ക് പങ്കുണ്ട്. ഞങ്ങൾ കടന്നുപോയ പ്രതികൂലങ്ങളെപ്പറ്റി ഞങ്ങൾ പറയുകയും പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ദൈവം എന്ന വിടുതലിനെ പറ്റിയും ആശ്വാസത്തെപ്പറ്റിയും നിങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതാ പറയുന്നത്, നിങ്ങളെ അറിയിക്കാൻ എനിക്ക് മനസ്സില്ല, കാരണം ഞാൻ അറിയിച്ചേ പറ്റൂ, അതെൻ്റെ ഉത്തരവാദിത്തമാണ്, അതൊരു ക്രിസ്തീയ ഗുണമാണ്, ദൈവവേദലിൻ്റെ ഗുണമാണ്. നമ്മൾ അതിൻ്റെ മുന്നിലുള്ള 2-3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. കൂട്ടായ്മകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരു കൂട്ടായ്മയുടെ അംശമുണ്ട്, കൂട്ടായ്മയുടെ ഒരു തലമുണ്ട്, കൂട്ടായ്മയുടെ ഒരു ഫേസ് ഉണ്ട്. കഷ്ടങ്ങളും ആശ്വാസങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മുടെ കൂട്ടായ്മകളിൽ വെളിപ്പെടേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ സഭയായി വർത്തിക്കുന്നുള്ളൂ. സഭയെപ്പറ്റി കൗൺസിലിങ്ങിലൊക്കെ പറയുന്നൊരു പദമാണ് സപ്പോർട്ടിങ് സിസ്റ്റം എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു വ്യക്തി കടന്നു പോകുന്ന പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും സഭ ഒരു വലിയ ശരീരം എന്ന നിലയ്ക്ക്, വലിയൊരു ബുദ്ധി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ബുദ്ധിയുടെ സംയുക്തം എന്ന നിലയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുക. നമ്മൾ കടന്നു പോകുന്ന പോക്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് സഭ നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമുക്കുണ്ട് പ്രാർത്ഥിക്കാൻ ആളുണ്ടാവുന്നു, നമുക്കുണ്ട് കരുതാൻ ആളുണ്ടാവുന്നു, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ആളുണ്ടാവുന്നു, നമ്മുടെ പ്രശ്നങ്ങളെ ഷെയർ ചെയ്യാൻ ആളുണ്ടാകുന്നു, നമ്മുടെ പ്രതിസന്ധി കൂടെ നിൽക്കാനും കൂടെ നടക്കാനും ഒക്കെ ആളുണ്ടാവുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ചെറുതായിട്ട് വീതം വയ്ക്കുന്ന പോലത്തെ ഒരനുഭവമാണ് സഭയുടെ കൂട്ടായ്മ നമുക്ക് തരുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ചുമന്നുകൊണ്ട് നിൽക്കുന്നിടത്ത് സഭ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സഭയ്ക്ക് അതിനകത്ത് റോളുണ്ടെന്ന് പറയാൻ പറ്റില്ല. സഭ അതിനകത്ത് ഇടപെടുന്നു പറയാൻ കഴിയില്ല. അപ്പോൾ ഈ പെന്തക്കോസ്ത് സമൂഹങ്ങളൊക്കെ ആദ്യം തുടങ്ങിയ കാലഘട്ടങ്ങളിലായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്താണ്, സാക്ഷ്യം പറയുക എന്നൊരു പരിപാടി. ഇപ്പോൾ അത് അങ്ങനെ കാണാറില്ല. നേരത്തെ അത് നിർബന്ധമായിരുന്നു. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അത് പറയാതിരുന്നാൽ പുള്ളിക്ക് എന്തൊരു കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരാൾക്ക് സാക്ഷ്യം പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും കർത്താവ് നടത്തി പരിപാലിച്ചു അനുഗ്രഹമായിരുന്നു പറഞ്ഞ് ഇരിക്കുന്ന ഒരു രീതിയായിരുന്നു അതൊക്കെ. ഇന്നിപ്പോൾ നമുക്ക് അത്യാവശ്യമുണ്ട് മാത്രം. ഇപ്പം പ്രിയ സിസ്റ്റർ എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം നമ്മൾക്ക് ദൈവം ചെയ്തൊരു വിടുതലിനെ പറ്റി പറയാൻ മാത്രമേ ഉള്ളായിരുന്നു. മറ്റങ്ങനെ ആയിരുന്നില്ല, അതതിൻ്റെ ഭാഗമായിരുന്നു. എന്താ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ എല്ലാ കാര്യവും സഭയ്ക്കറിയാം.
സഭയുടെ എല്ലാ കാര്യവും എനിക്കും അറിയാം. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനൊരു വലിയൊരു സമൂഹമാണ്, ആ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കോൺഫിഡൻസാണ്. ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ അത് കേൾക്കാനായിട്ട് ആരൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ്. ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞാൽ എനിക്കിട്ട് പ്രാർത്ഥിക്കാനായിട്ടും എൻ്റെ ഒപ്പം, എൻ്റെ നോവിൻ്റെ ഒപ്പം നോവാൻ ആൾ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ്. എൻ്റെ സങ്കടം ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ സാക്ഷ്യവും ആരാധന കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ വിഷയത്തെപ്പറ്റി ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടാവും. പ്രാർത്ഥിക്കാൻ കേട്ടോ എന്ന് പറയാൻ ആളുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറയാൻ ആളുണ്ടാവും. ഇങ്ങനെ സഭയ്ക്ക് ഒരു ജൈവ ബന്ധമുണ്ട് പരസ്പരം. സങ്കടങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക, അതുപോലെ തന്നെ സന്തോഷത്തിലും. പക്ഷേ ഈ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പറയുന്ന ആ രീതി മാറാനുള്ളൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ സങ്കടങ്ങൾ എഴുന്നേറ്റ് പറയുമ്പോൾ അവൻ അത് തന്നെ വരണമെന്ന് പറയാൻ ആരൊക്കെ ഉണ്ടായി തുടങ്ങി. അതതിൻ്റെ പ്രശ്നം. അവന് നിനക്കതിന് വന്നില്ലെങ്കിലേ ഉള്ളൂ എന്ന് പറയുന്ന ആരൊക്കെയോ ഉണ്ടായി തുടങ്ങി. ഞാൻ എൻ്റെ സന്തോഷത്തെ പങ്കുവെക്കുമ്പോൾ നിനക്കെങ്ങനെ സംഭവിച്ചോ എന്ന് അസൂയപ്പെടുന്ന ആളുകൾ ഉണ്ടാകാൻ തുടങ്ങി. നിനക്ക് നേട്ടമുണ്ടായോ എങ്കിൽ ഇനി ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായി തുടങ്ങി. അങ്ങനെ സഭയ്ക്ക് അതിൻ്റെ ജൈവ ബന്ധം നഷ്ടപ്പെട്ടു, എൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വരുന്നിടത്താണ് ആളുകൾ ഇത് പറയൽ നിർത്തി തുടങ്ങിയത്. എൻ്റെ കാര്യങ്ങളൊന്നും ആരും അറിയണ്ട, എൻ്റെ സന്തോഷങ്ങളും സങ്കടമൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല, അത് എനിക്ക് ഗുണമല്ല, ദോഷം ചെയ്യുന്ന തരത്തിലേക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്താണ് ഇത് പറയുന്നത് നിർത്തി തുടങ്ങിയത്. എന്ത് സംഭവിച്ചു? നമുക്കിടയിലുള്ള ബന്ധങ്ങളുടെ ആഴങ്ങൾ കുറഞ്ഞുപോയി. പരസ്പരം കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമില്ല, ഉറപ്പില്ലായ്മ ഡെവലപ്പ് ചെയ്തു തുടങ്ങി. ഇങ്ങനെ സഭയല്ലാതായി മാറുന്ന ഘട്ടത്തിലേക്ക് എത്തി. സഭ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നുള്ള ആ വലിയ മർമ്മം എപ്പോഴെല്ലാം മാറി തുടങ്ങും? നമ്മളെല്ലാം ഒറ്റപ്പെട്ട് തുടങ്ങും, നമ്മളെല്ലാം ഒരാളായി മാറും. വരും, പ്രാർത്ഥിക്കും, പാട്ടുപാടും, സ്വത്രാഴ്ചയിടും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ നാം ഒരു ശരീരമാണെന്നുള്ള ബോധം നമ്മളിൽ ഊട്ടി ഉറപ്പിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കുണ്ടാവും. എൻ്റെ സന്തോഷവും എൻ്റെ സങ്കടവും എൻ്റെ സഭയ്ക്കറിയാം. അത് എന്നെപ്പോലെ തന്നെ സുരക്ഷിതമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെയും ചിന്തിക്കുന്ന പോലെയും എന്നെ സുരക്ഷിതമായി നിർത്താൻ അത് സഭയ്ക്ക് കഴിയും എന്നുള്ള ബോധ്യം, ഉറപ്പ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. പൗലോസിനതുണ്ട്. പൗലോസ് പറയുന്നു, നിങ്ങളോട് എനിക്ക് പറയാൻ, എനിക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കഷ്ടം കഴിഞ്ഞ് ഞങ്ങൾ കടന്നു പോന്നു, എന്നാലും നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. എനിക്ക് മനസ്സില്ല അത് പറയാതിരിക്കാൻ, ഞാനത് പറഞ്ഞേ പറ്റൂ. നിങ്ങളത് അറിയണം. എൻ്റെ കഷ്ടതയിൽ നിങ്ങളെന്തായിരുന്നു? എന്നോട് കൂടെയായിരുന്നു. പിന്നെ പറയുന്നുണ്ട്, അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ എങ്ങനെ പറയുന്നത്? നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുവല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ സഭയുടെ ഒരു പ്രധാന സ്വഭാവമാണിത്. സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുന്ന ഇടമായിട്ട് മാറുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നിടത്താണ് സഭ ജനത്തെ ആകർഷിക്കുന്നത്, ആളുകളെ ആകർഷിക്കുന്നത്. അവിടെ എനിക്കൊരു ഇടമുണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. സഭയിലേക്ക് പോയാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്ന സാഹചര്യം അവിടെയുണ്ട്, എന്നെ കേൾക്കാൻ ആൾക്കാരവിടെയുണ്ട്, എന്നോട് ചോദിക്കാൻ ആളുകൾ അവിടെയുണ്ട്, എൻ്റെ പ്രശ്നത്തിൽ പങ്കുപറ്റാൻ ആളുകളുണ്ട്, എൻ്റെ സന്തോഷത്തെ കേട്ട് സന്തോഷിക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് സഭയാക്കുന്ന ബോധ്യം. അതാണ് സഭയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള വലിയ ആത്മീയ മർമ്മത്തിലാണ് പൗലോസ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഉണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയാ, എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ മനസ്സിലായി, ഞാൻ പറഞ്ഞേ പറ്റൂ, അത് നിർബന്ധമാണ്. ഈ കഷ്ടതയുടെ ഒടുവിൽ അദ്ദേഹം പഠിച്ച ചില പാഠങ്ങളാണ് നമുക്ക് 9, 10, 11 വാക്യങ്ങളെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഒന്ന് വായിക്കാമോ? അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. മതി. ഈ 9-ാമത്തെ വാക്യം പറയുന്നത് എന്നിലൊരു ആശ്രയബോധമുണ്ടായി. ഈ പ്രശ്നങ്ങൾക്കകത്തുണ്ടായി വന്നതാണ് ആശ്രയബോധമുണ്ടായി. ആ ആശ്രയബോധത്തിന് വലിയൊരു അർത്ഥമുണ്ട്. അത് വിശാലമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു.
ഞങ്ങൾ മരിക്കാതിരിക്കുമെന്നുള്ളതല്ല, മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്നുള്ളതല്ല ആ ആശ്രയബോധത്തിൻ്റെ പ്രത്യേകത. ഞങ്ങൾ മരിക്കും, അത് ഉറപ്പാണ്. മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ മരിച്ചവരെ ഉയർപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുകയാണ് അവർ. ആശ്രയബോധത്തിൻ്റെ ആഴം പിടികിട്ടിയോ? ഇത് തന്നെയാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഴമേറിയ തലമെന്ന് പറയുന്നത്. എന്താണത്? ഞാൻ എൻ്റെ കുഞ്ഞിനെ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് ദൈവത്തെയാണ് ആശ്രയിക്കുന്നുള്ള ബോധ്യമാണ്. എബ്രായ ലേഖനം അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇസഹാക്കിനെ വീണ്ടും ജീവിപ്പിക്കാൻ ദൈവത്തെ ഞാൻ കൊല്ലും, ഞാൻ അവനെ യാഗം കഴിക്കും, അവൻ മരിക്കും, പക്ഷേ അതിനുശേഷം അവനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തെ ഞാൻ സേവിക്കുന്നുള്ള ബോധ്യം. തന്നെ ഉയർപ്പിക്കാൻ കഴിയുന്നതിനുള്ള നിലവിളിയാണ് കർത്താവിൻ്റെ പ്രത്യേകത. അല്ല മരിക്കാതാക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഇവരാരും പ്രതീക്ഷിക്കുന്നില്ല. മരണം സംഭവിക്കും, ഈ പോകുന്ന പോക്കിന് അവസാനം വരും, ഇതിങ്ങനെ തന്നെ നിൽക്കുകയില്ല. പക്ഷേ ഇതിനപ്പുറത്ത് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്നുള്ള ആശ്രയബോധം. ആശ്രയം എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രത്യേകം ഈ ബിലീഫിൻ്റെ, വിശ്വാസത്തിൻ്റെ ഒരു സെക്കൻഡ് തലമാണ് ഈ ആശ്രയബോധം എന്ന് പറയുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനമായ ബോധ്യമാണ്. പക്ഷെ ആശ്രയബോധം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് സകലതും നഷ്ടപ്പെട്ടാലും, ഈ ജീവൻ പോയാലും എന്നെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് കഴിയുന്നൊരു ദൈവത്തെ ഞാൻ സേവിക്കുന്നു. എൻ്റെ കയ്യിലുള്ള മുഴുവൻ നശിച്ചു പോയാലും എനിക്കത് തിരികെ തരാൻ കഴിവുള്ള ദൈവത്തെ ഞാൻ സേവിക്കുന്നു. ആശ്രയബോധത്തിൻ്റെ വലിയൊരു ആഴമേറിയ പാഠമാണ് പൗലോസ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ആശ്രയത്തിലേക്ക് കടന്നു. ഞങ്ങളെങ്ങനെയായിരുന്നു? മരിച്ചവർ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എന്തിനു വേണ്ടി? എന്തുകൊണ്ട്? കാരണം ഞങ്ങൾ മരിക്കുന്ന ഉള്ളിൽ നിർണ്ണയിക്കേണ്ടി. ഞങ്ങൾ മരിക്കും. മരണമെന്നുള്ളത് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമല്ല, മരിച്ചേ പറ്റൂ. പക്ഷെ ഞങ്ങൾ മരിച്ചാലും ഞങ്ങളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇതൊരു വലിയ തിരിച്ചറിവായിരുന്നു പൗലോസിനെ സംബന്ധിച്ച്. അവൻ്റെ ട്രസ്റ്റിംഗ് എബിലിറ്റി, ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു തലത്തിലേക്ക് കടന്നുപോയിരുന്നു ഈ ആഴമേറിയ കഷ്ടപ്പാട്. കാരണം മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞ് മരിക്കുമെന്ന് ഉറപ്പായി. മരണത്തിനപ്പുറത്തേക്ക് യാതൊരു സാധ്യതയില്ല. ഏറ്റവും കുറഞ്ഞ സാധ്യത മരിക്കലാണ്, മരണമാണ്. പക്ഷേ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവത്തെയാണ് സേവിക്കുന്നുള്ള ബോധ്യമാണ്. ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന, മരണഭയമുണ്ടാക്കുന്ന ഇരുട്ടിൻ്റെ പദ്ധതികളുണ്ട്. നമ്മളെ പ്രയാസത്തിലാക്കുന്ന ശത്രുവിൻ്റെ വെല്ലുവിളികളുണ്ട്. നമ്മളെ തോൽപ്പിച്ച് കളയും നമ്മളോട് വാദിക്കുന്ന അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. നമ്മളെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്ത് നശിപ്പിച്ച് കളയുമെന്ന് പറയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. നമ്മളെ തോൽപ്പിച്ച് നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുമെന്ന് വിചാരിക്കുന്ന സാത്താന്യ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇല്ല എന്ന് നമ്മൾ ഇന്ന് പറയുന്നില്ല, ഉണ്ടാവട്ടെ. പക്ഷേ അതിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്നൊരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. അതുകൊണ്ട് പിശാചിൻ്റെ വെല്ലുവിളികളോടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടങ്ങളോടും പ്രയാസങ്ങളോടും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതാണ് ഈ പാതാളമേ നിൻ്റെ വിഷമുള്ളൂടെ, മരണമേ നിൻ്റെ വിഷമുള്ളൂടെ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. നിനക്ക് ഇത്ര ചെയ്യാൻ കഴിയത്തുള്ളൂ, എൻ്റെ പ്രാണൻ എടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ പ്രാണൻ്റെ ഉടയവനെയാണ് സേവിക്കുന്നതെന്നുള്ള വലിയൊരു ബോധ്യമാണ് ഒരു ദൈവത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. ഞാൻ തോക്കില്ല എന്നർത്ഥമില്ല, പരാജയപ്പെടില്ല അർത്ഥമില്ല, അങ്ങനെയൊന്നും അല്ല എൻ്റെ അർത്ഥം. പക്ഷേ എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം നിർണയപ്രകാരം വിളിക്കപ്പെട്ട നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നൊരു ദൈവത്തെ ഞാൻ സേവിക്കുന്നു എന്നുള്ള വലിയ ഉറപ്പാണ് ഒരു ഭക്തൻ്റെ കൈമുതൽ എന്ന് പറയുന്നത്. അവൻ ജീവിതത്തെ കൊണ്ടുപോകുന്നത് ആ വലിയ ഉറപ്പിനകത്താണ്. നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? നീ തോറ്റുപോകും, നീ പരാജയപ്പെടും, നീ ജീവിതത്തിൽ ജയിക്കത്തില്ല, നിൻ്റെ പ്രാണന് വെല്ലുവിളിയുണ്ട്, നിൻ്റെ ആരോഗ്യം ക്ഷയിക്കും, ഇതെല്ലാം സംഭവിക്കുമായിരിക്കും. പക്ഷേ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ മരിക്കുന്നുള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നാൽ പോലും മരിച്ചവർ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ കൃപ ലഭിച്ചു ഞങ്ങൾക്ക്. ഈ കഷ്ടതയുടെ ഔട്ട്കം അതായിരുന്നു. പ്രതികൂലങ്ങളുടെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കടന്നു പോകുന്ന ഈ മാനസിക സംഘർഷങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളുടെ ഒടുവിൽ നമ്മളെ കൊണ്ട് കർത്താവ് നമുക്കൊരു വിടുതൽ തരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മളിൽ ആശ്രയിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് പോയാൽ ഇത്ര പോകുന്നത് കർത്താവ് നമ്മളെ പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾ പോയാൽ ഇത്രേ പോകാൻ പറ്റത്തുള്ളൂ, കാരണം അപ്പുറത്ത് ഞാൻ നിൽക്കുക, നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ബോധ്യം നമുക്ക് തരുന്നത്. ലോഗോതെറാപ്പി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കൗൺസിലിംഗ് പഠിപ്പിക്കുന്ന ഒരു സംഭവം, ആ ഒരു രീതിയാണ്. അതിൽ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അവർ ചെയ്യുന്ന ഡീൽ ചെയ്യുന്ന ഒരു ആശയം എങ്ങനെയാണ്? നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മാക്സിമം അങ്ങ് ഭയപ്പെടും, അത് കഴിഞ്ഞപ്പുറത്തേക്കില്ല. നിങ്ങൾ ഭയപ്പെടുന്നതിനെ കൂടുതൽ ഭയപ്പെടാനുള്ള അവസരങ്ങളിലേക്ക് കൊണ്ടുപോവുക.
ഭയപ്പെടുന്നതിൻ്റെ മാക്സിമത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് പോകാനില്ല. ഭയമാണ് ഭയം മാക്സിമം. ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ അൾട്ടിമേറ്റായിട്ട് പോകേണ്ടി വരുന്നുണ്ട്. ഇനി അങ്ങോട്ടൊന്നും ഇല്ല, ഇതോടെ തീർന്നു എന്ന് വിചാരിക്കുന്ന ഘട്ടങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. മനസ്സിലാക്കുക, അതിനപ്പുറത്ത് ഒരാളുണ്ട് നമുക്ക് വേണ്ടി. മരണത്തിനപ്പുറത്തേക്ക് അത് കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ആലയം തകരും, പക്ഷേ അതിനുശേഷം ഞാനത് പണിയും, 3-ാം നാൾ ഞാനത് കൊണ്ടുവരും. ദൈവത്തിൻ്റെ പ്രത്യാശ അതാണ്. ഞാൻ മരിക്കില്ല എന്നും എൻ്റെ ശരീരത്തിന് പ്രാണം വിട്ടു പോകില്ല എന്നൊന്നും കർത്താവ് പറയുന്നില്ല. ഇത് പോവും, എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോവും. ഞാൻ മരണത്തിന് കീഴ്പ്പെടും, പക്ഷേ ഞാൻ ഉയർത്തിനും 3-ാം നാൾ മടങ്ങി വരും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോട് നമ്മളിങ്ങനെ പറയാൻ ശീലിച്ചാൽ, നമ്മൾ അതിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞാൽ നമ്മളെ വെല്ലുവിളിക്കാൻ പിശാചിന് കഴിയത്തില്ല. നമ്മുടെ ഇന്നത്തെ നശിപ്പിച്ച് കളയാൻ, നാളത്തെ കാര്യം പറഞ്ഞ് നമ്മുടെ ഇന്നുകളെ നശിപ്പിക്കാൻ പിശാചിനെ അനുവദിക്കില്ല. നമ്മൾ തിന്മകളെ അനുവദിക്കില്ല, പാപത്തെ അനുവദിക്കില്ല. നാളുകളിലെ ഭയത്തെ നമ്മളെ മുന്നേ നിർത്തിക്കൊണ്ട്, നീ തോൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ഭയം നിർത്തിക്കൊണ്ട് ഇന്ന് ജീവിക്കാൻ നമ്മളെ സമ്മതിക്കാത്ത പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കാൻ ദൈവജനത്തിന് കഴിയണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ആശ്രയബോധത്തിലാണ്. മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ളവൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, പ്രതിസന്ധികളെ മാറ്റുവാൻ കഴിയുന്ന നമ്മുടെ കൂടെയുണ്ട്. പൗലോസ് തിരിച്ചറിഞ്ഞു. അവൻ്റെ ആ വിശ്വാസം ഞങ്ങൾ ആശ്രയിക്കാനുള്ള ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? 10-ാമത്തെ വാക്യം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. മതി. ഒരാശ രൂപപ്പെട്ട് കഴിഞ്ഞു, ഒരു ഹോപ്പ്, ഒരു പ്രത്യാശ രൂപപ്പെട്ട് കഴിഞ്ഞു. കർത്താവിലൊരു ആശ വയ്ക്കാനായിട്ടുള്ള കാരണമായി തീർന്നു. അത് എന്തുകൊണ്ടാണ് കാരണം? ഇത്ര ഭയങ്കര മരണത്തിലും ദൈവം ഞങ്ങളെ വിടുവിച്ചു. മരണം സംഭവിച്ചില്ല. മരണത്തിനപ്പുറത്തേക്ക് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ, നീ മരണത്തിൽ പോയാൽ ഞങ്ങൾ തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മരണത്തിലേക്ക് പോകേണ്ടി വരുന്നില്ല. ഈ മരണത്തിലും ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഇനി വിടുവിക്കുകയും ചെയ്യും. മാത്രമല്ല, അവൻ മേലാലും വിടുവിക്കും. നോക്കിക്കുക, വിടുവിക്കുക എന്നുള്ള വാക്ക് പിന്നെയും 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 ഉരുവിടുന്നത് കണ്ടോ? അവൻ ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുന്നു, മേലാൽ വിടുവിക്കുകയും ചെയ്യും. അതായത് ദൈവത്തിൻ്റെ വിടുതൽ എന്ന് പറയുന്നത് നിത്യമാണ്. ഇന്നലെ ഇന്നും നാളെയും എല്ലാം നിരന്തരം നിൽക്കുന്ന ഒരു വിടുതൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിലുള്ള ആശ്രയം, അല്ലെങ്കിൽ അതിലുള്ള ഒരു പ്രത്യാശ മനുഷ്യനെ ബലപ്പെടുത്തുക. പ്രശ്നം എന്തുവാകട്ടെ, ആശ്രയബോധത്തിൽ ആരംഭിച്ചവൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രത്യാശ, നാളെ കൊണ്ട് ജീവിക്കാനുള്ള പ്രത്യാശ വർദ്ധിക്കുക. ഇന്നലെ വിടുവിച്ചവൻ നാളെയും വിടുവിക്കും, ഇന്ന് വിടുവിച്ചവൻ നാളെയും വിടുവിക്കും. വിടുവിക്കാൻ അവന് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട് എന്നുള്ള ഉറപ്പിലേക്ക് ഒരു ദൈവത്തിൽ കടന്നു വരിക. ഒരു വലിയ പ്രത്യാശ അവൻ്റെ ഉള്ളം കൊണ്ട് നിറയുക. അവൻ വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. കർത്താവിലുള്ള ഈ പ്രത്യാശയും ആഗ്രഹവും ഉറപ്പുമാണ് നമ്മുടെ ജീവിതത്തെ നാളേക്ക് ചിന്തിക്കുവാനും നാളേക്ക് പ്രവർത്തിക്കാനും നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ഇന്നുകളെ ചോദ്യങ്ങൾ ചോദിച്ച് വെല്ലുവിളിച്ച് നമ്മളെ ഞരക്കിയിടുമ്പോൾ നമുക്ക് ഇന്നും ജീവിക്കാൻ പറ്റില്ല, നാളേക്ക് വേണ്ടി കരുതാനും പറ്റില്ല. അങ്ങനെയാ നമ്മുടെ ഇന്നലെ ഇന്നും നാളെയൊക്കെ തിന്മകൾ നമ്മളെ തകർത്ത് കളയുന്നത് അങ്ങനെയാണ്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ പ്രതിസന്ധി, ഈ മരണത്തിൽ ഞങ്ങളെ വിടുവിച്ചത് കൊണ്ട് ഇനി അവൻ വിടുവിക്കുകയും ചെയ്യും. മാത്രമല്ല, നാളെയും മേലാലും അവൻ വിടുവിക്കും എന്നുള്ള വലിയ ഉറപ്പിലേക്ക് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എത്തിപ്പെടുകയാണ്. നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ പ്രയാസങ്ങൾക്കകത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഇന്നലെ വിടുവിച്ച ദൈവം ഇന്നും വിടുവിക്കും. ഇത് നഷ്ടപ്പെടുന്നിടത്താണ് നമ്മൾ പ്രതിസന്ധിയിലാവുന്നത്. ചെങ്കടൽ കടന്നു വന്ന ആ ബോധ്യം രണ്ടുപേരുടെ മനസ്സിലുണ്ടായുള്ളൂ, കാലേബിൻ്റെ യോശുവയുടെ മനസ്സിൽ. എല്ലാവരും കടന്നവരാണെങ്കിലും കടന്നു വന്നു ആ ദൈവത്തിന് ഇനി ഇവരെ ഈ മേഖലയിൽ ജയിക്കാൻ കഴിയും, ഞങ്ങളുടെ വാഗ്ദത്തത്തെ പ്രാപിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ടാകുന്നത് ഈ രണ്ടുപേരുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ മനസ്സിൽ അത് ഉണ്ടാവുന്നില്ല. 10 പേര് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു, സൗഖ്യം പ്രാപിച്ചു, മടങ്ങിപ്പോയി. 2 പേര് തിരിച്ചു നന്ദി പറയാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ അഫയം ചെയ്തുകൊണ്ടേയിരിക്കണം, ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ദൈവം ചെയ്താണെന്ന് പറയാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മൾ കാണിക്കുന്ന അബദ്ധം, അത് പലപ്പോഴും സാഹചര്യങ്ങളിലും നമ്മുടെ കഴിവുകളിലൊക്കെ നമ്മളിത് ആരോപിക്കും.
ദൈവത്തിൻ്റെ വിടുതലുകളെ മറ്റു പലതിലും ആരോപിച്ചിട്ട് ദൈവപ്രവൃത്തിയെ നമ്മൾ ചെറുതാക്കുന്നിടത്ത് ആണ് നമ്മളിൽ പ്രത്യാശ ഡെഡായി പോകുന്നത്. നമ്മളുടെ പ്രത്യാശ ഡെഡായി പോയിക്കൊണ്ടിരിക്കും. ദൈവം ചെയ്തതാണെന്ന് പറയാനും തിരിച്ചറിയാനും കഴിയുക. 10 പേർക്ക് കുഷ്ഠരോഗികളായ ആളുകൾക്ക് സൗഖ്യം കിട്ടി, അവർ മടങ്ങിപ്പോയി. അവരെ സംബന്ധിച്ച് അതിനകത്ത് പ്രത്യേകതകളൊന്നും തോന്നിയില്ല. പക്ഷെ 2 പേർ തിരിച്ചറിഞ്ഞു, ഇത് ഞങ്ങൾക്ക് ആ വിടുതൽ തന്ന ആളോട് നന്ദി പറയണം എന്നുള്ള തോന്നലാണ് അവർ തിരികെ വരുന്നത്. നമ്മളെ 2 പേരിൽപ്പെട്ടവരാണ്. ലോകത്തെല്ലാ മനുഷ്യരും നന്മ അനുഭവിക്കുന്നുണ്ട്. ദുഷ്ടന്മാർക്കും നീതിമാന്മാരുടെ മേലും മഞ്ഞും മഴയും പൊഴിക്കുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. അത് ദൈവത്തെ സേവിച്ചാലും സേവിച്ചില്ലേലും എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. പക്ഷേ മടങ്ങി വന്ന് അവൻ്റെ സന്നിധിയിൽ വന്ന് ദൈവമേ നന്ദി എന്ന് പറയാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മൾ ഈ 2 പേരിൽ പെട്ടുപോകുന്നത്. അങ്ങനെ മാത്രമേ നമ്മൾ വ്യത്യസ്തരാകുന്നുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അനുഗ്രഹങ്ങളും നന്മയും സമ്പത്തും ധനവും മാനവും കിട്ടുന്നത്. നമ്മൾ ദൈവത്തെ സേവിക്കാതിരിക്കുമ്പോൾ പോലും സേവിക്കാത്തപ്പോൾ പോലും നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നില്ലേ? ഉണ്ട്, ഇല്ല വരുന്നില്ല. പക്ഷെ നമ്മൾ വ്യത്യസ്തരാവുന്നത് അത് ദൈവമാണ് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവസേനയിലേക്ക് മടങ്ങി വരികയും ദൈവത്തിന് നന്ദിയുള്ളവരായി തീരുകയും ദൈവം ചെയ്ത വിടുതലിനെ പറ്റി പറയുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ വ്യത്യസ്തരായി മാറുന്നത്. ഹല്ലേലൂയ. പൗലോസ് പറയാ, ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഭയങ്കരമായ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് നമ്മൾ സാക്ഷ്യം കേട്ടതുപോലെ മരണം സംഭവിക്കാമായിരുന്നു, സാധ്യതയേറെയാണ്, രക്ഷപ്പെടാൻ യാതൊരു സാധ്യതകളുമില്ല. ദൈവം വിടുവിച്ചു, ദൈവം ചെയ്തു. അതാണ് ഇന്നത്തെ എൻ്റെ അഫർമേഷനാണ് എൻ്റെ നാളത്തെ ഹോപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ ചെയ്തത് ഇന്ന് ഉറപ്പിച്ച് പറയുമ്പോഴാണ് നാളത്തേക്ക് ജീവിക്കാനുള്ള എൻ്റെ ഊർജം, അതായത് എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് എന്നിൽ വർദ്ധിക്കുന്നത്, വളരുന്നത്. ഞാൻ ആരുടെ കൂടെയാണ്? അത് മനുഷ്യൻ്റെ കൂടെയുള്ള ബന്ധങ്ങളാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ഇന്നലകൾ എനിക്ക് നല്ലതായിരുന്നെങ്കിൽ എനിക്ക് നാളെയും കൂടുതൽ ജീവിച്ചു പോകാമെന്നൊരു ധാരണയുണ്ട്. പക്ഷേ ഇന്നലകളിലുള്ള എൻ്റെ ജീവിതം വിശ്വസിക്കാൻ പറ്റാത്തതാണെങ്കിൽ നാളെപ്പറ്റി എനിക്ക് പ്രതീക്ഷകളൊന്നുമില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഇന്നുകളാണ് നമ്മൾ ഓൾറെഡി അനുഭവിച്ചതാണ് നാളെ ജീവിക്കാനുള്ള നമ്മൾ അടിസ്ഥാന ഊർജം എന്ന് പറയുന്നത്. ദൈവം ഇന്നലെ വിടുവിച്ചവനാണ്. ഇന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവത്തിൻ്റെ വിടുതലുകൾ ഏതെല്ലാം തലങ്ങളിൽ അനുഭവിച്ചാലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്, ഏതെല്ലാം മേഖലകൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. പലപ്പോഴും ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞുകൂടാ. ദൈവമാണ് ചെയ്തതെന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ? അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അപകടമുണ്ട് ദൈവമക്കളെ. ഞാൻ ജീവിതത്തിൽ വളരെ പ്രയാസപ്പെട്ടും വേദനിച്ച് പിടിച്ചൊരു പാഠമുണ്ട്. ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. ദൈവം ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് മാത്രമാണ് അതിന് മഹത്വം പോകേണ്ടത്. ആ മഹത്വം എടുക്കാൻ മറ്റാരും തയ്യാറാകാൻ പാടില്ല. ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമാണ് ചെയ്തത്. ദൈവം ചെയ്ത പ്രവൃത്തി ദൈവം ചെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് നാളെ വിടുവിക്കുക. അതുകൊണ്ട് ഇനി എങ്ങോട്ട് പോകാൻ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ധൈര്യക്കുറവില്ല. ഐ ആം റെഡി. എനിക്ക് എവിടെ പോകാനും എനിക്ക് ഭയമില്ല. കാരണം ഇന്നലെ വിടുവിച്ചവൻ നാളെയും വിടുവിക്കും. ഇതുവരെ കൂടിയിരുന്ന നാളെയും കൂടിയിരിക്കും. അവൻ പറയുന്നിടത്ത് പോകാൻ എനിക്ക് ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്. അവൻ അയക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് വിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്. ഇന്നവരെ കൂടിയിരുന്ന കർത്താവ് നാളെയും കൂടിയിരിക്കുന്ന അപ്പോസ്തലന് അറിയാം. ദൈവമക്കളെ, ഇതാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഉറപ്പ്. ഇതുവരെ നടത്തിയ കർത്താവില്ലേ, ഇതുവരെ നയിച്ചവനില്ലേ, ഇവൻ നാളെയും കൂടിയിരിക്കും. ഇന്നലെ സൗഖ്യമാക്കിയവനില്ലേ, നാളെ സൗഖ്യമാക്കും. ഇന്നലെ പ്രശ്നങ്ങളെ പരിഹരിച്ചവനില്ലേ, നാളെയും പരിഹരിക്കും. ഇന്നലെ നമ്മുടെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും കൂടിയിരുന്നവനില്ലേ, നാളെ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നാളേക്ക് പറ്റി ചിന്തിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം നാളെയും അവൻ വിടുവിക്കും. ഇത്രയും വിടുവിച്ചവന് നാളെ വിടുവിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ് ഇന്ന് പൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്കുണ്ട് കരുതുന്നവൻ സ്വർഗത്തിലുണ്ട്, അല്ലേ? കരുതുന്നവനുണ്ട്. ഇന്ന് ലോകാവസാനത്തോളം ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കരം പിടിച്ച് വഴി നടത്തി. എന്ത് വലിയ വാഗ്ദത്തങ്ങളാണ് ഒരു ദൈവവേദലിന് നമുക്ക് വചനത്തിൽ നിന്ന് കിട്ടുന്നത്. അവൻ പറഞ്ഞിട്ട് പോയത് വെറുതെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് അവസാനത്തോളം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മുടെ ഉള്ളിലുള്ള ഞരക്കങ്ങൾക്കപ്പുറത്തേക്ക് നമ്മളെ കരം പിടിച്ച് കൊണ്ടുവന്ന വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുന്നു. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആത്മസാന്നിധ്യം നമ്മളെ സ്പർശിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരം, ഭയം, നാളെ പറ്റിയുള്ള ചിന്ത, ആകുലതകളെല്ലാം അവൻ്റെ മുമ്പിൽ വെക്കുക. ഇന്നലെ നടത്തിയവൻ ഇന്ന് നടത്തും. ചെങ്കടൽ വിഭാഗിച്ച് വഴിയുണ്ടാക്കിയവന് യോർദാനെ വിഭാഗിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ മാത്രം മതി.
മരുഭൂമിയിൽ നടത്തിയവന് കനാൻ ദേശത്ത് നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ കഴിഞ്ഞ കാലം നടത്തിയോ, ഇവിടം വരെ എത്തിച്ചോ, നാളെ എത്തിക്കാൻ കഴിയും. ഇന്ന് പൽക്കാലം വിശ്വാസത്തോടെ കർത്താവേ നിനക്ക് നന്ദി എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ആരാധന വളരെ ധന്യമായിട്ട് തീരും. 11-ാമത്തെ വാക്യം. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. ആമേൻ. 3-ാമത്തെ കാര്യം, ഞാൻ 1-ാമത്തെ കാര്യം പറഞ്ഞ് കർത്താവിലുള്ള ആശ്രയമാണ്. 2-ാമത്തെ കർത്താവിലുള്ള പ്രത്യാശ അല്ലെ ഹോപ്പാണ്. 3-ാമത്തേത് ദൈവത്തിൻ്റെ മഹത്വമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങളിൽ, ഈ കഷ്ടതയുടെ ഒടുവിലൊക്കെ ഉണ്ടായി വരേണ്ടത് ദൈവത്തിന് മഹത്വം വരണം എന്നുള്ളതാണ്. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുവല്ലോ. ഇനി ഉള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകും. ഈ പലർ, മെനി എന്നൊരു പ്രയോഗം ഇവിടെ കാണുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് കിട്ടിയ കൃപയില്ലേ, ആ വിടുതലില്ലേ, രക്ഷയില്ലേ, അതെങ്ങനെയാണെന്നറിയാമോ? അത് പലർ മുഖാന്തരം കിട്ടിയതാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞ ആശയം, ഈ കൂട്ടായ്മ എന്നുള്ള കാര്യം. അതായത് ഞാൻ സ്വീകരിച്ച, ഞാൻ അനുഭവിച്ച നന്മ, ആ വിടുതൽ എന്ന് പറയുന്നത് എൻ്റെ ബലം കൊണ്ടും എൻ്റെ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ട് കിട്ടിയതാണെന്ന് പറയരുത്. അവിടെയാണ് ആ കൂട്ടം. നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അതിനകത്ത്. നാം ഒരുമിച്ച പലരിലൂടെയാണ് എന്നിലേക്ക് എനിക്ക് ആ കൃപ ലഭിച്ചത്. പലരിലൂടെയാണ്, പലരുടെ പ്രാർത്ഥനയാലാണ്, പലരുടെ ഉപവാസത്താലാണ്, പലരുടെ സങ്കടങ്ങളാണ്, പലരുടെ യാചനകളാലാണ് എനിക്ക് ആ കൃപ ലഭിച്ചത്, എനിക്ക് ആ വിടുതലുണ്ടായത്, എനിക്ക് ആ ജീവൻ തിരികെ കിട്ടിയത്. അപ്പോൾ ദൈവത്തിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സിസ്റ്റം കണ്ടോ? നാം കടന്നു പോകുന്നിടത്ത് പലർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാകുന്നു, പലർ നമുക്ക് വേണ്ടി യാചിക്കാനുണ്ട്, പലർ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനുണ്ടാകുന്നു. ഇതാണ് സഭയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നിടത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. നമ്മൾ നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ ദൈവത്തെ പോലെ ഓർക്കാൻ പറ്റാതെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? പലരുണ്ട് അവിടെ എവിടെയൊക്കെ നമ്മൾ ഓർക്കുന്നവർ. ഏതൊക്കെയോ പലർ നമുക്ക് വേണ്ടി സങ്കടപ്പെടുന്നുണ്ട്. ദൈവമാക്കി വെച്ച പലരുണ്ട്. ഇല പറയുന്നുണ്ട്, നിൻ്റെ പ്രവാചകന്മാർ ഞാൻ മാത്രമേ ഉള്ളൂ. അതൊന്നുമല്ല, ഒരാൾക്കാരെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഏലിയാവിൻ്റെ ബോധ്യം പോലെ അല്ല പലപ്പോഴും നമ്മുടെ കർത്താവ് ഞാൻ മാത്രമേ ഉള്ളൂ, ഏകനാണ്, നിനക്ക് വേണ്ടി നിൽക്കാനായിട്ട് ഞാൻ മാത്രം, ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞങ്ങ് പോകും. ഇതൊന്നുമല്ല സംഭവം. ദൈവത്തിൻ്റെ കരുതലുകൾ വേറെയാണ്. നമ്മളെ ഓർത്ത് സങ്കടപ്പെടുന്ന ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. നമ്മുടെ പത്രച്ച് കാണുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാവർക്കുമൊക്കെ ആ സന്തോഷം അല്ല. നമ്മൾ പതറുമ്പോൾ വേദനിക്കുന്ന ആരെയൊക്കെ ദൈവം നമുക്ക് വേണ്ടി കരുതി. അതുകൊണ്ടാണ് നമ്മൾ നിന്ന് പോകുന്നത്. ഇങ്ങനെ പലരുണ്ട് നമ്മുടെ പിന്നാലെ, പലരുണ്ട്. സഭയുടെ പ്രത്യേക ക്വാളിറ്റി അതാണ്. നമ്മൾക്ക് ഇടയിൽ ഒരാൾക്കൊരു സങ്കടം, ഒരു പ്രയാസം, പ്രതികൂലം, കടന്നു പോകുന്ന വേദനകൾക്കകത്ത് പലർ നമുക്ക് വേണ്ടി. അതുകൊണ്ട് പലർ മുഖാന്തരമുണ്ടായ ഞങ്ങൾക്ക് കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം കാരണം ഞങ്ങൾക്ക് കിട്ടിയ വിടുതലില്ലേ, അതുകൊണ്ട് പലരും ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുക? ദൈവത്തിന് മഹത്വം വരുന്നൊരു കാര്യമാണിത്. ദൈവം ചെയ്ത പ്രവൃത്തിയുടെ മഹത്വം ദൈവത്തിലേക്ക് മടങ്ങുന്ന തരത്തിലേക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നൊരു പ്രക്രിയയാണ്. പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാനിടയിൽ. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ വിടുതൽ, ഈ രക്ഷ, ഈ ഒരു ദൈവികമായ കൃപ എന്ന് പറയുന്നത് കേവലം ഞങ്ങൾക്ക് മാത്രം ആസ്വദിക്കാനുള്ളതല്ല, ഞങ്ങൾക്ക് മാത്രം ആശ്വസിക്കാനുള്ളതല്ല. ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എനിക്ക് കിട്ടിയ നന്മകൾ നിങ്ങളുടെ പ്രാർത്ഥനകളാണ്. എനിക്ക് കിട്ടിയ വിടുതലുകൾ നിങ്ങളുടെ പ്രാർത്ഥനകളാണ്. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തരും കിട്ടിയത് അങ്ങനെയാണ്. കർത്താവേ എൻ്റെ സഭയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി പലരുണ്ടാവുന്നു എന്നതിൻ്റെ അർത്ഥം അല്ലേ? വിനയാട് ചർച്ച കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം എൻ്റെ മേലും വീഴുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞ് അടൂർ വിനയാട് ചർച്ചിനെ അനുഗ്രഹിക്കണമെന്ന് ആരെങ്കിലും എവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഒരു അംശം എൻ്റെ മേലും വീഴുന്നുണ്ട്. ആ പലരിലാണ് അതിൻ്റെ ആ ദൈവികമായ നയതന്ത്രം കിടക്കുന്നത്. പലർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പലർ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നു, പലർ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു, പലർ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ അണയ്ക്കുന്നു, പലർ നമുക്ക് വേണ്ടി വാദിക്കുന്നു ദൈവം മുമ്പാകെ. ആ പലർ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് മാക്കമുണ്ടാവും, ആഴമുണ്ടാവും. വിജയിക്കുന്ന അല്ലെങ്കിൽ മുൻപന്തിക്കുന്ന സകല ദൈവാസന്മാരുടെയും പിറകിൽ പ്രാർത്ഥിക്കുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയൊരു ഒരു കൂട്ടം ആളുകളുണ്ട്. നമ്മുടെ ജീവിതത്തെ
പിടിച്ചു നിർത്തുന്നത് നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രമല്ല. അതങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, വളരെ പ്രയാസകരമാണ്. സഭ എന്ന് പറഞ്ഞ സംവിധാനം, ക്രിസ്തുവിൻ്റെ ശരീരം എന്ന ഈ സംവിധാനം എന്ന് പറയുന്നത് പരസ്പരം പ്രാർത്ഥിക്കാനും പരസ്പരം വഹിക്കാനും സങ്കടങ്ങളും സന്തോഷങ്ങളും ബുദ്ധിമുട്ടുകൾ മാത്രം പറയേണ്ട ഇടമല്ല ഇത്. ഇവിടെ ആശ്വാസങ്ങളും പറയണം. രണ്ടും ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ആദ്യം വായിച്ച വാക്യം പറഞ്ഞു, ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. കഷ്ടങ്ങളും ആശ്വാസങ്ങളും ചേർന്നതാണ് നമ്മുടെ കൂട്ടായ്മകൾ. ചിലർക്ക് കഷ്ടങ്ങളുണ്ടാകും, ആ കഷ്ടങ്ങൾക്ക് ശേഷം ആശ്വാസമുണ്ടാകാം. ഇതെല്ലാം നമ്മുടെ സംയുക്തമായ ഒരുമിച്ചുള്ള ദൈവമുള്ള നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ഇന്ന് പൽക്കാലം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇവിടെ ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു കഷ്ടത്തെ നാം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അറിഞ്ഞിരിക്കുക ഇതിനപ്പുറത്തേക്ക് ദൈവം നമ്മളെ ചിലത് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവം ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആകണമെന്നും നമുക്ക് രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു പ്രത്യാശ, കഷ്ടത എന്തിനുണ്ടാക്കുന്നു? സഹിഷ്ണുതയെ ഉണ്ടാക്കുന്നു, സഹിഷ്ണുസിദ്ധതയുണ്ട്, ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നു. ഇങ്ങനെ വളർന്നു വരികയാണ്. നമ്മളൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുക. ക്രിസ്തു എന്ന തലയോളം വളരുന്ന വ്യക്തിയായി മാറുമ്പോൾ അതിൻ്റെ തുടക്കം തന്നെ കഷ്ടതയിലായിരിക്കാം. പക്ഷേ കഷ്ടത ഒരു അൾട്ടിമേറ്റ് കാര്യമല്ല. അവിടുന്ന് നമ്മളിൽ വ്യത്യാസങ്ങൾ വരുന്നു, നമ്മൾ ഫോം ചെയ്യുന്നു, പിന്നെയും ഫോം ചെയ്ത് കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുക, ഇന്നലെ വരെ വിടുവിച്ചവൻ നാളെയും വിടുവിക്കും, ഇന്നലെ വരെ വിടുവിച്ചവൻ നാളെ വിടുവിക്കും, ഇന്ന് വിടുവിച്ചവൻ നാളെ വിടുവിക്കും. എനിക്ക് നാളെപ്പറ്റി ഭയമില്ല, നാളെപ്പറ്റി എനിക്ക് ഭീതിയില്ല എന്ന് പൽക്കാലം